എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മങ്ങാട്, കടവൂർ എന്നീ ഭാഗങ്ങളിലെ നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. മേവറം മുതൽ കല്ലുംതാഴം വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് കല്ലുംതാഴം കഴിഞ്ഞ് മങ്ങാട് ഭാഗത്തു നിന്നാണ്. മങ്ങാട് കടവൂർ പാലം എത്തുന്നതിന് മുന്നേ ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസ് കഴിഞ്ഞാൽ ഒരു എൻട്രി പോയിൻ്റാണ്. ഈ എൻട്രി പോയിൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എക്സിറ്റ് പോയിൻറ്റും ഉണ്ട്. ഇതുവരെയുള്ള വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നത്. ഇനി ഇവിടെ നിന്നും മങ്ങാട് കടവൂർ പാലത്തിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മങ്ങാട് ഭാഗത്തെ അപ്രോച്ച് റോഡാണ്. ഇവിടെ നല്ല താഴ്ന്ന പ്രദേശമായിരുന്നു. ഇടത് സൈഡിൽ റീറ്റെയിനിങ് വാളുകൾ ഉയർത്തി അകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് ഇപ്പോൾ ലെവൽ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നിർമ്മിച്ച പഴയ ക്രാഷ് ബാരിയറുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ വലത് സൈഡിൽ കാണുന്നത് പഴയ മങ്ങാട് കടവൂർ പാലമാണ്. ഈ പാലത്തിനോട് ചേർന്ന് തന്നെയാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ പാലത്തിൽ 4 വരികളാണുള്ളത്. കൂടാതെ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള പാതയും ക്രമീകരിച്ചിട്ടുണ്ട്. പഴയ പാലവും പുതിയ പാലവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തെ കോൺക്രീറ്റുകൾ കുറച്ച് ചിപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റുകൾ സ്ഥാപിക്കുന്ന വർക്കാണ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഭാഗത്താണ് എക്സ്പാൻഷൻ ജോയിൻറ്റുകൾ ചെയ്യാനുള്ളത്. പഴയ പാലവും പുതിയ പാലവും ചേരുന്ന ഭാഗത്ത് ചേർത്തല്ല കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തെയും കോൺക്രീറ്റിനുണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റങ്ങൾ, വിള്ളലുകൾ വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് 2ൻ്റെയും ഇടയ്ക്കായി ഒരു എക്സ്പാൻഷൻ ജോയിൻറ്റ് ചെയ്യുന്നത്. ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഇപ്പോൾ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണാം. ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ വെൽഡ് ചെയ്ത ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതും കാണാം. വലത് സൈഡിലെ മെയിൻ റോഡിൻ്റെ മുക്കാലോളം ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ ക്രാഷ് ബാരിയറുകളൊക്കെ പൊളിച്ചു മാറ്റിയ ഭാഗത്ത് ക്ലീനിങ് വർക്കുകളാണ് നടക്കുന്നത്. ഇടത് സൈഡിൽ മാത്രമാണ് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള പാത കാണാൻ കഴിയുന്നത്. പുതിയ പാലത്തിലെ 3 വരികൾ കഴിഞ്ഞ് അതിനിടയ്ക്ക് ക്രാഷ് ബാരിയറുകൾ നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. കൂടാതെ പഴയ പാലത്തിലുണ്ടായിരുന്ന ക്രാഷ് ബാരിയറുകൾ പൊളിച്ചു നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കടവൂർ സൈഡിലുള്ള അപ്രോച്ച് റോഡാണ്. ഇവിടെ കുറച്ച് ദൂരം വരെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതുവഴി പാലത്തിനടുത്തേക്ക് പോയി നോക്കാം. ടാറിങ് ചെയ്ത ഭാഗത്ത് വെച്ചിരിക്കുന്ന മെഷീനറീസൊക്കെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചവയാണ്. ഈ ഭാഗത്ത് വലത് സൈഡിലുള്ള സർവീസ് റോഡ് കായലിൻ്റെ അടുത്ത് വരെ പോയി അവസാനിക്കുകയാണ്. ബ്രിഡ്ജും അപ്രോച്ച് റോഡും ചേരുന്ന ഭാഗത്ത് മാത്രമാണ് ഇനി കുറച്ച് വർക്ക് ബാക്കിയുള്ളത്. ഇപ്പോൾ നേരെ കാണുന്നത് നടപ്പാതയാണ്. നടപ്പാതയുടെ സൈഡിൽ സേഫ്റ്റി ഗാർഡും ചെയ്തിട്ടുണ്ട്. മൂന്ന് വരികൾ വരുന്ന പുതിയ പാലത്തിലെ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞതായി കാണാം. ബ്രിഡ്ജും അപ്രോച്ച് റോഡും ചേരുന്ന ഭാഗത്ത് 3 മീറ്ററോളം വീതിയിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. അണ്ടർപാസുകൾ വരുന്ന ഭാഗങ്ങളിലും ഇതുപോലെ കോൺക്രീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്രോച്ച് റോഡിൽ നിന്ന് നേരെ പാലത്തിലേക്ക് കയറുമ്പോൾ ചെറിയ ചാട്ടം അനുഭവപ്പെടാറുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഇടത് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും നേരെ കടവൂർ അണ്ടർപാസിനടുത്തേക്ക് പോകാം. കടവൂരിലെ അണ്ടർപാസ് അല്പം ഉയർന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. ഇതിന് മുൻപുള്ള ഭാഗം വയൽ പ്രദേശമാണ്. അപ്പോൾ 2 സൈഡിലും റീറ്റെയിനിങ് വാളുകൾ ഉയർത്തി വേണം നിർമ്മിക്കേണ്ടത്. പഴയ കൊല്ലം ബൈപ്പാസ് ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ റീറ്റെയിനിങ് വാളുകൾ ഉപയോഗിച്ച് 2 വരി പാതകൾ നിർമ്മിച്ചിരുന്നു. ഇപ്പോൾ 2 സൈഡിലുമുള്ള റീറ്റെയിനിങ് വാളുകൾ റിമൂവ് ചെയ്ത് പുതുതായി വീതിയിൽ നിർമ്മിക്കുകയാണ്. ഇപ്പോൾ റോഡിൻ്റെ ഇടത് ഭാഗത്തുള്ള റീറ്റെയിനിങ് വാളുകൾ ഏറെക്കുറെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല ഉയരത്തിലായിരിക്കും റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുക. കടവൂർ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. നാഷണൽ ഹൈവേ 183 കൊല്ലം തേനി റോഡാണ് അണ്ടർപാസിനകത്തുകൂടെ കടന്നു പോകുന്നത്. ഇവിടെ നിന്നും ഇടതേക്ക് തിരിഞ്ഞാണ് കൊല്ലത്തേക്ക് പോകുന്നത്. കടവൂർ അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇവിടെ മുകളിൽ ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം വരെയാണ് മണ്ണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടെയും സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിംഗ് വർക്കുകളാണ് നടന്നിട്ടുള്ളത്.
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കടവൂർ അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ സോയിൽ കമ്പാഷൻ വർക്കുകളാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നീരാവിൽ ഭാഗത്തേക്കാണ് പോകുന്നത്. കടവൂർ അണ്ടർപാസ് കഴിഞ്ഞാലുടൻ തന്നെ ഒരു എക്സിറ്റ് പോയിൻ്റ് നിർമ്മിച്ചിട്ടുണ്ട്. മങ്ങാട് കടവൂർ പാലം എത്തുന്നതിന് മുന്നേയും ഒരു എക്സിറ്റ് പോയിൻറ്റും എൻട്രി പോയിൻറ്റും കണ്ടിരുന്നു. അതുപോലെ ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എക്സിറ്റ് പോയിൻ്റ് വരേണ്ടതാണ്. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. കടവൂർ ഭാഗത്തേക്ക് പോകാനുള്ള എക്സിറ്റ് പോയിൻ്റാണ് ഇനി നിർമ്മിക്കേണ്ടത്. ഇനി ഇവിടെ നിന്നും തിരിച്ച് റോഡിൻ്റെ ഇടത് സൈഡിലൂടെ കടവൂർ ഭാഗത്തേക്ക് പോകാം. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ. കടവൂർ അണ്ടർപാസ് കഴിഞ്ഞ് ഇടതുഭാഗത്ത് വരുന്ന സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിനോട് ചേർന്നുള്ള പഴയ ആറിവാൾ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. കൂടാതെ പഴയ കൾവട്ടുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വർക്കുകളും നടക്കുന്നുണ്ട്. മണ്ണിനോട് ചേർന്ന് കാണുന്ന ആ കറുത്ത റിബണുകൾ പഴയ ആറിവാൾ ബ്ലോക്കുകൾ സ്ഥാപിക്കാനായി ഉപയോഗിച്ചിരുന്നവയാണ്. ഇപ്പോൾ ഇവിടെ മണ്ണ് മാറ്റിയിരിക്കുന്ന ഭാഗത്തായിരിക്കും പുതിയ ആറിവാൾ ബ്ലോക്കുകൾ സ്ഥാപിക്കുക. ഇവിടെ ഇടത് ഭാഗത്തും സർവീസ് റോഡ് ചെയ്തതായി കാണാം. പാലത്തിൻ്റെ അടുത്ത് വരെ പോയി സർവീസ് റോഡ് അവസാനിക്കുന്നതാണ്. ഇവിടെ പഴയ ക്രാഷ് ബാരിയറുകൾ കുറച്ച് ഭാഗം പൊളിച്ചു മാറ്റി പുതുതായി നിർമ്മിക്കുന്നതായി കാണാം. ഇവിടെ നിന്ന് നേരെ മങ്ങാട് വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പോൾ കാണുന്നത് പഴയ പാലത്തിലെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗമാണ്. ഇവിടെ നടപ്പാതകളൊന്നും ഇതുവരെയും ക്രമീകരിച്ചിട്ടില്ല. കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇടത് സൈഡിൽ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മങ്ങാട് ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ എക്സിറ്റ് പോയിൻ്റാണിത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കൊല്ലം ബൈപ്പാസിലെ മറ്റ് കാഴ്ചകളുമായി ഉടൻ തന്നെ എത്താം.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.